ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്ന് കാലത്ത് ഞാൻ നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഉപ്പുമാവാണ് ഉണ്ടാക്കിയേക്കണത്. അപ്പോൾ അതൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചത് കൊണ്ട് വിശദമായിട്ടൊന്നും കാണിക്കണില്ല. അപ്പോൾ ഞാൻ ഗോതമ്പ് കഴുകി വൃത്തിയാക്കി വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ട്. സബോള, ഇഞ്ചി, പച്ചമുളകും അരിഞ്ഞു വെച്ചു. അതുപോലെ തന്നെ കറിവേപ്പിലയും. അപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. 2 വിസിലാണ് വരുത്തുന്നത്. അപ്പോൾ നമ്മൾ കുക്കറിൽ ഈ സബോളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ഗോതമ്പ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്തിട്ട് 2 വിസിൽ വരുത്തി ആവിയൊക്കെ പോയി തുറന്ന് നോക്കി. അപ്പം നമ്മുടെ ഉപ്പുമാവ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഉപ്പുമാവ് നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവിലേക്ക് നമ്മൾ അവസാനം കുറച്ച് നാളികേരമൊക്കെ ചേർക്കൂട്ടാം. നല്ല ഹെവിയാണ്, നല്ല ഫുഡാണ്, ടേസ്റ്റിയാണ്. നമ്മൾ അംഗൻവാടികളിലും സ്കൂളിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്ന നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവിനെ നമ്മൾ ചിലപ്പോൾ ഈ നിമിഷം നമ്മൾ ഓർത്ത് പോവും അല്ലേ? അത് ഓർക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഒരു നൊസ്റ്റാൾജിയാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ട് പങ്കുവച്ചു എന്ന് മാത്രം. അപ്പോൾ നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവ് ഇഷ്ടമില്ലാത്തവരാണ് ഇവിടെ അബി. അതുപോലെ നിക്കിക്ക് ഉപ്പുമാവും പഴവും പിട്ടും പഴമൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഇഡ്ഡലി തട്ടിൽ അവന് പിട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അബിക്കും കഴിക്കാം, അത് നിക്കിക്കും കഴിക്കാം കേട്ടോ. അപ്പോൾ പുട്ടും അതുപോലെ ഈ ഗോതമ്പ് ഉപ്പുമാവാണ് ഇന്നത്തത്. അപ്പോൾ നമ്മുടെ കൈപ്പയുടെ മുകളിൽ കയ്പയ്ക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചെറുതാണെങ്കിൽ ഞാൻ പൊട്ടിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ഞാനൊന്ന് പിന്നെ എടുത്തു എന്ന് മാത്രം. അപ്പോൾ വലുതൊക്കെ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഉണ്ടായി നിൽക്കുന്നതാണ്. ഇത് 2 ദിവസത്തിൻ്റെ. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് ഉപ്പേരിക്ക് കിട്ടാറുണ്ട്. പിന്നെ എല്ലാവരും കയ്പയ്ക്ക കൂട്ടുന്നവരല്ലല്ലോ. അപ്പോൾ കയ്പില്ലാതെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം, അതുപോലെ തീയലുണ്ടാക്കാം. നമ്മുടെ വീട്ടിലുണ്ടായ സാധനം അതൊരു സന്തോഷം തന്നെയല്ലേ. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് കയ്പയ്ക്ക തീയലാണ്. അപ്പോൾ ഒട്ടും കയ്പില്ലാതെ നമുക്ക് കയ്പയ്ക്ക കൊണ്ട് തീയലുണ്ടാക്കാനായിട്ട് ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നാളികേരം ഇട്ട് കൊടുത്തു. നാളികേരം നമ്മൾ ചുവക്കനെ വറുത്തെടുക്കണം. അതിലേക്ക് ചെറിയ ഉള്ളിയാണെങ്കിൽ 4 ചെറിയ ഉള്ളി നമുക്ക് തോല് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇടാം. ഞാൻ അതിലേക്ക് ഒരു സബോളയുടെ പകുതി കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ചുവക്കനെ വറുത്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കയ്പയ്ക്ക തീയൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് കയ്പയ്ക്ക ഇഷ്ടമുള്ളവർക്ക് തന്നെ ഇഷ്ടമുണ്ടാവുള്ളൂ അല്ലേ, അല്ലാത്തവർക്ക് അത് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നല്ല ചുവക്കനെ വറുത്തെടുക്കണം. ചെറുതീയിൽ വെച്ചിട്ട് വറുത്തെടുക്കുകയാണ്. തീ നമ്മൾ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ആ നാളികേരത്തിൻ്റെ മണം അതുപോലെ തന്നെ നമുക്ക് സ്വാദും വ്യത്യാസമായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചെറുതീയിൽ തന്നെ നമ്മൾ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ചുവപ്പ് കളറൊക്കെ വന്നു നാളികേരം. അതിലേക്ക് ഞാൻ 1 സ്പൂൺ നമ്മുടെ സാധാരണ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർക്കേണ്ടത്. 2 സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ചേർക്കേണ്ടത്. അത് കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് കളറ് കിട്ടിക്കോട്ടെ വെച്ചിട്ടാണ്. അപ്പോൾ കാശ്മീരി ചില്ലിയും ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്നത് വരെയും അതുപോലെ തന്നെ നാളികേരമൊക്കെ ചുവക്കനെ വറുത്ത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ പൊടികൾ ചേർക്കുന്നത്. അപ്പോൾ ഇനി ഈ കാശ്മീരി ചില്ലി ചേർത്തതും കൂട്ടിയിട്ട് നമ്മൾ ഒന്നും കൂടി ഇളക്കി കൊടുത്തു. അതിനുശേഷം തീ ഓഫാക്കിയിട്ട് ഇത് ചൂടാറിക്കഴിഞ്ഞാൽ നല്ല മഷി പോലെ അരച്ചെടുത്ത് അവിടെ മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ആ സമയം ഞാനൊരു മൺചട്ടിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. കയ്പയ്ക്ക കൊണ്ടുള്ള തീയലുണ്ടാക്കുന്നത് മൺചട്ടിയിലാണ്. അപ്പോൾ ചട്ടി ചൂടാറി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടായി വന്നപ്പോൾ ഞാനിതുപോലെ 2 പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പച്ചമുളകൊക്കെ ഒന്ന് പൊട്ടി കറിവേപ്പിലയും പൊട്ടി വന്നതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെച്ച കയ്പയ്ക്ക അതിലേക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കയ്പയ്ക്കയാണ്. അപ്പോൾ അത്യാവശ്യം ഇരുന്നാലും ഇന്നിപ്പോൾ കറി കൂട്ടിക്കഴിഞ്ഞ് ബാക്കി ഉണ്ടെങ്കിലും നാളെ കഴിക്കാമല്ലോ, താല്പര്യമുള്ളവർക്ക് കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ കയ്പയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചെറിയ ഉള്ളി നമുക്ക് ചേർക്കുകയെന്ന് വെച്ചാൽ അങ്ങനെ ചേർക്കാം, ഇല്ലെങ്കിൽ സബോള ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഒരു സബോളയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുത്ത് കഷ്ണം ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു നെല്ലിക്ക വലിപ്പത്തിലധികം പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആ പുളി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചു. പകുതി വേവന്ത് വന്ന സമയത്ത് ഞാൻ പുളി നമ്മൾ പിഴിഞ്ഞിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുത്ത് അടച്ച് വെച്ച് വീണ്ടും വേവിക്കുകയാണ്. എന്നിട്ട് ഒന്ന് പുളിയൊക്കെ തിളച്ച് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, ആ അരപ്പ് ഇതിലേക്ക് കൂട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്പയ്ക്ക തീയലിന് നമ്മൾ നാളികേരം അതുപോലെ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ നന്നായി വറുത്ത് അരച്ചവിടെ വെച്ചിട്ടുണ്ട്. ആ അരപ്പ് നമ്മുടെ മിക്സർ ജാറിൽ തന്നെ ഒഴിച്ചു കൊടുത്ത് മിക്സർ ജാറ് കഴുകിയ കുറച്ച് വെള്ളം അതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ.
എന്നിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല വെച്ചാൽ കറിക്ക് ഒന്നും കൂടി ചുവപ്പ് കളർ കിട്ടും. ഞാൻ എന്നാലും മഞ്ഞൾപ്പൊടി ചേർത്തു എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ചേർത്തതിന് ശേഷം കറിയൊക്കെ ഒന്ന് നന്നായി തിളച്ച് വരട്ടെ. അപ്പോൾ കുറച്ച് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും അതുപോലെ തന്നെ നമുക്ക് ശർക്കരയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പുളിയും ചേർത്തിട്ടുണ്ട്, ശർക്കരയും ഉലുവ എല്ലാം കൂടിയാകുമ്പോൾ കയ്പ്പില്ലാത്ത നല്ല കയ്പ്പയ്ക്ക തീരാണ് റെഡിയാവുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് കഴിക്കാനായിട്ട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ കയ്പ്പയ്ക്ക ഇഷ്ടമില്ലാത്തവർ പിന്നെ തൊടില്ലല്ലോ. അപ്പോൾ അതേ ശർക്കരയും ചേർത്തിട്ടുണ്ട്. അതിന് മുന്നേ ഞാൻ ഉലുവ പൊടിച്ചതും ചേർത്തിട്ടുണ്ട്. ഇനി കടുകും മുളകും കറിവേപ്പിലയും കൂടി വറുത്തതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ കയ്പ്പയ്ക്ക തീയിൽ റെഡി ആയിട്ടുണ്ട്. തീയൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.